തൃശൂർ പൂങ്കുന്നം പുഴയ്ക്കൽ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. പ്രതിഷേധം. മാസങ്ങളായി ഈ പ്രദേശത്ത് ഗതാഗതക്കുരുക്കടക്കം രൂക്ഷമായതോടെയാണ് ബി.ജെ.പി. പ്രതിഷേധവുമായി രംഗത്തുവന്നത്. സംസ്ഥാന പാതയിൽ 6 കിലോമീറ്ററോളം പ്രദേശം താണ്ടാൻ മണിക്കൂറുകളാണ് വേണ്ടിവരുന്നത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ പൂങ്കുന്നം പുഴയ്ക്കൽ മേഖലയിലെ നിർമ്മാണമാണ് ഒച്ചിഴയും പോലെ നീങ്ങുന്നത്. റോഡ് നിർമ്മാണം മന്ദഗതിയിലായതോടെ ഇതുവഴിയുള്ള വാഹന യാത്രക്കാരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. 6 കിലോമീറ്ററോളം റോഡ് കടന്നു കിട്ടാൻ പലപ്പോഴും 2 മണിക്കൂറിലധികം കുരുക്കിൽ കിടക്കേണ്ടി വരുന്നുണ്ട്. ഇതോടെയാണ് ബി.ജെ.പി. തൃശൂർ കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത്. ബി.ജെ.പി. മുൻ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടിയുടെ 3 മണ്ഡലം കമ്മിറ്റികളും ചേർന്ന് മറ്റൊരു പ്രക്ഷോഭത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. റോഡ് തകർച്ചയുടെ പേരിൽ തുടർച്ചയായി ഇങ്ങനെ സമരങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരുന്നത് ഒരു ഗതികേടാണ്. കാരണം സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടന പൗരന് ഉറപ്പു നൽകുന്ന മൗലികമായിട്ടുള്ള അവകാശമാണ്. 24 മണിക്കൂറും ഭരണഘടനയെ കുറിച്ച് പറയുന്നവര് ഊണിലും ഉറക്കത്തിലും ഭരണഘടനയാണ്. അങ്ങനെ ഭരണഘടനയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, ഭരണഘടനയിൽ എന്താണ് എഴുതിയിട്ടുള്ളത്, തങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും കൂടി ഭരണക്കാർക്ക് ഉണ്ടാക്കണം. പൂങ്കുന്നം ഡിവിഷൻ കൗൺസിലർ ഡോക്ടർ വി ആതിര അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. ജില്ലാ പ്രഭാരി എം.വി. ഗോപകുമാർ, ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ബി.ജെ.പി. മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, എം.എസ്. സമ്പൂർണ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് കെ.എസ്.ടി.പി. അറിയിച്ചിരുന്നത്. എന്നാൽ സ്കൂൾ തുറന്ന് 1 മാസം തികയുമ്പോഴും നിർമ്മാണ പ്രവൃത്തികൾ എങ്ങുമെത്തിയിട്ടില്ല. ജനം, തൃശൂർ.